ഉമ്മമാരെ, നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളെ മക്കളെ ശപിക്കാറില്ലേ? അവർ ശുണ്ടി കാണിക്കുമ്പോൾ, അവർ ദേഷ്യം പിടിക്കുമ്പോൾ അറിയാതെ ശപിച്ചു പോകാറില്ലേ? ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആ ശാപം മക്കളിൽ ഏൽക്കും. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ. ഞാനൊരു കഥ പറയട്ടെ. അത്വാ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. കുറച്ചാളുകൾ യാത്ര പോവുകയായിരുന്നു. രാത്രിയായി. അപ്പോൾ അവരുടെ മൃഗങ്ങളെ, വാഹനങ്ങളെ അവർ അഴിച്ചുവിട്ട് അതിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ നൽകി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഒരു കഴുതയുടെ കരച്ചിൽ നിർത്താതെ കേൾക്കുന്നു. ഭയങ്കര ശബ്ദത്തിൽ, വളരെ ഉച്ചത്തിലായിരുന്നു ആ കഴുതയുടെ ശബ്ദം. കഴുത നിർത്താതെ കരയുന്നുണ്ട്. എല്ലാവരും നോക്കി ഇത് എവിടുന്നാണ്, ആർക്കും ഒരു പിടുത്തമില്ല. ഉറക്കത്തിന് അതൊരു അലോസരമായി, ഉറക്കത്തിന് തടസ്സമായി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഇത് എവിടുന്നാണ് ഇങ്ങനെ ഈ കഴുത കരയുന്നത് എന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോൾ ചെന്നെത്തിയത് ചെറിയൊരു ചെറ്റക്കുടിലിലാണ്. ആ ചെറ്റക്കുടിലിൽ ഒരു ഉമ്മ മാത്രം, വൃദ്ധയായ വയസ്സായ ഒരു ഉമ്മ മാത്രം. ആ ഉമ്മയോട് ചോദിച്ചു, അല്ല ഉമ്മ, ഇങ്ങനെ നിർത്താതൊരു കഴുതയുടെ കരച്ചിൽ ഇന്നലെ രാത്രി ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇത് എവിടുന്നാണ് കഴുതയുടെ കരച്ചിൽ? അപ്പോൾ ഉമ്മ ചോദിച്ചു, നിങ്ങൾ കേട്ടോ? ആ കേട്ടു, പക്ഷെ ഇവിടെ അടുത്തൊരു കഴുതയെ കാണാനുമില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു, അത് എൻ്റെ മകൻ്റെ കരച്ചിലാണ്. നിങ്ങളെ മകൻ്റെ കരച്ചിലോ? നിങ്ങളുടെ മകനെവിടെ? ആ മകൻ മരിച്ചുപോയി. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഉമ്മ സംഭവം, ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, മക്കളെ, എൻ്റെ മകൻ വലിയ ശുണ്ടിക്കാരനായിരുന്നു, ദേഷ്യക്കാരനായിരുന്നു. അവൻ എന്നെ കഴുതേ എന്നല്ലാതെ വേറൊന്നും വിളിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം സഹിക്കിട്ട് ഞാൻ അറിയാതെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഇവനെ നീ കഴുതയാക്കി മറിക്കുകയെന്ന്. ആ സെക്കൻഡിൽ റബ്ബ് അവരെ കഴുതയാക്കി മറിച്ചു. അന്നേ ദിവസം അവൻ മരിക്കുന്നത് വരെ കഴുത കരയുന്നത് പോലെ ദിവസവും രാത്രി നിർത്താതെ കരയുമായിരുന്നു. അങ്ങനെ അവൻ മരിച്ചു മറമാടിയപ്പോൾ അന്ന് രാത്രി മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും രാത്രി അവൻ്റെ കരച്ചിൽ, കഴുതയുടെ കരച്ചിൽ അവൻ്റെ ഖബറിൽ നിന്ന് കേൾക്കുമായിരുന്നു. ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് മക്കളെ. ആ ഉമ്മ പറയുകയാണ്, നോക്കണം, നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു ചെറിയ കുരുത്തക്കേട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുണ്ടി കാണിക്കുമ്പോഴേക്ക് അവരെ ശപിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണേ. ചിലപ്പോൾ നിങ്ങൾ ആ പറയുന്ന സമയം ആ സമയത്തൊന്ന് സ്വീകരിച്ചാൽ നമ്മളെ മക്കൾ അതുപോലെ അധോഗതി. മക്കളോട് ഒരിക്കലും ഉമ്മമാരുടെ ശാപം നിങ്ങളും ഏറ്റുവാങ്ങരുത് എന്ന് വിനീതമായി ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.